സാർ മെസ്സി ഇന്ത്യയിൽ വന്നു, പക്ഷേ മെസ്സി കേരളത്തിൽ വന്നില്ലെങ്കിൽ ഒരിടത്തും കൊണ്ടുവരത്തില്ല, ഒരിടത്തും വരില്ല. ഇനി അഥവാ വന്നാൽ ഞങ്ങൾക്ക് സ്വന്തമായി ചാനലുണ്ട്. മെസ്സി ഇന്ത്യയിൽ വന്നാൽ കേരളത്തിൽ വരാതെ ഞങ്ങളോട് ചോദിക്കാതെ ഇന്ത്യയിൽ വന്നാൽ മെസ്സി അങ്ങനെ ഈസി ആയിട്ട് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകില്ല. നമുക്കൊന്ന് കാണാം. സാർ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. മെസ്സി വരുന്നില്ലെങ്കിൽ ഇന്ത്യയിലില്ല, എവിടെയില്ല. കേരളത്തിലേക്കും ഇല്ല, ബംഗാളിലും ഇല്ല, ഡൽഹിയിലും ഇല്ല. വരുന്നുണ്ടെങ്കിൽ കേരളത്തിലേക്കുണ്ട്. ഇതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഇത്രയും വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ എന്തിനാണ് ഇവരെ ചെയ്യുന്നത്? കേരളത്തിലെ ആരാധകരെ കണ്ടിട്ടാണ്. വീഡിയോ അതെ അതെ അത് ഞാൻ കണ്ടതാ. പിന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് എനിക്ക് ഒരു ചെറിയ സംശയം, മെസ്സിക്കെതിരെ പെണ്ണ് കേസ് വല്ലതും വരുമോ? അതിജീവിതമാരൊക്കെ വരുമോ? ഇപ്പോൾ സൗണ്ട് ശബ്ദം റെക്കോർഡ് ചെയ്തത്, മറ്റേ ഗർഭചിത്രം നടത്തിയ കഥകള്, മെസ്സേജ് അയച്ചത്, അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ മെസ്സിക്ക് ഇന്ത്യ വിട്ട് പോകാൻ കഴിയില്ല. ദിലീപിനെതിരെ വന്നു, പിന്നെ മെസ്സിക്കെതിരെ വരാത്തത് വന്നു. നോക്കിക്കോളൂ. സത്യധർമാതി വെടിഞ്ഞീടിന പുരുഷനെ ക്രുദ്ധനാം സർപ്പത്തേക്കാൾ ഏറ്റവും ഭയക്കണം. ഇതാണ് സാരോപദേശം. കാരണം സത്യവും ധർമ്മവും ഒന്നുമില്ല. അവൻ പിന്നെ പാമ്പിനേക്കാൾ വിഷം. അതാണ്, മനസ്സിലായോ? വിഷമാണ് എന്ന് പറയുന്നത് പോലെ ഇപ്പം ഇതെല്ലാം കണ്ടു നീക്കിയാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ, തടിവട്ടി ചാനലിൻ്റെ ഉടമയായിട്ടുള്ള ആൻഡ്രൂ അഗസ്റ്റിൻ. അദ്ദേഹം ഈ തിരുവനന്തപുരത്ത് പുളു സതീശൻ എന്നും പറഞ്ഞൊരു കഥാപാത്രം, പുള്ളിയെ പുളു സതീശൻ എന്ന് വിളിക്കാൻ കാരണം മറ്റൊന്നുമല്ല, സ്ഥലത്തെ പ്രധാന ദിവ്യനാണ് പുള്ളി. കാരണം പറയുന്നതൊന്നും നടക്കാത്ത കാര്യങ്ങളെ പറയത്തുള്ളൂ. അങ്ങനെയുള്ളൊരു ആളാണ് അദ്ദേഹം. ഈ പാഷാണം വർക്കി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു പാഷാണത്തിൽ കൃമി എന്നും പറയും. അങ്ങനത്തെ ഒരു ജീവിയാണ് അദ്ദേഹം. കൃമികടിയൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ അങ്ങനെയാണ് ഈ സ്വഭാവം. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. എട്ടുകാലി മമ്മൂഞ്ഞെന്നൊക്കെ കേട്ടിട്ടില്ല? അതുപോലത്തെ ഒരു കഥാപാത്രം, ഒരു ബഷീറിയൻ കഥാപാത്രം. പറയുന്നതെല്ലാം കൂട്ടിയ നടക്കാത്ത കാര്യങ്ങളെ പറയും. ഞാൻ അവിടെ പോയി ഇങ്ങനെ ചെയ്തു. നമ്മൾ ഒന്നും വേണ്ട, നമ്മൾ ആ സിനിമയിൽ കണ്ടിട്ടില്ലേ കുതിരവട്ടം പപ്പു പറയുന്നത്, ഇപ്പൊ എല്ലാം ശരിയാക്കി തരാം, ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു കഥാപാത്രമാണ്. നടക്കാത്ത കാര്യങ്ങൾ പറയും. അതുപോലൊരു കഥാപാത്രം, ഹാസ്യ കഥാപാത്രമായി മാറിയിരിക്കുകയാണ് ആൻഡ്രൂ അഗസ്റ്റിൻ എന്ന് പറയുന്ന ആള്. നല്ല ഭാവിയുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ മെസ്സി വന്നു, ഇന്ത്യയിൽ വന്ന് അന്തസ്സായിട്ട് വന്നു. നേരത്തെ തന്നെ പറഞ്ഞ ഷെഡ്യൂൾ പ്രകാരം വന്നു, ചെയ്യേണ്ടതുപോലെ ചെയ്തു, വരേണ്ടതുപോലെ വന്നു. അദ്ദേഹം കൽക്കട്ടയിൽ വന്നു, ഹൈദരാബാദിൽ വമ്പിച്ച വിശാലമായ സ്റ്റേഡിയത്തിൽ വന്നു, ആയിരങ്ങളുടെ ആരാധന ഏറ്റുവാങ്ങിക്കൊണ്ട് പിന്നെ മുംബൈയിലേക്ക് പോയി. മുംബൈയിലേക്ക് പോയിട്ട് ആനന്ദ് അംബാനി എന്ന് പറയുന്ന ആൾ, വൻതാര എന്ന് പറഞ്ഞ വലിയൊരു പ്രോജക്റ്റ് ഉണ്ട്. കടുവയും പുലിയും ആനയും വലിയൊരു കാടിൻ്റെ അന്തരീക്ഷം തന്നെയാണ്. ഏറ്റവും അധികം ഇന്ത്യയിൽ വന്ന് അദ്ദേഹം എൻജോയ് ചെയ്തത് മുംബൈയിലെ അനന്ത് അംബാനിയുടെ ഈ സംരംഭമാണ്. ഒരു സംരംഭമാണ്, കോടിക്കണക്കിന് രൂപയുണ്ടല്ലോ. അത് നഗരത്തിൽ തന്നെ ഒരു വനം അവർ നിർമ്മിച്ചു വെച്ചിരിക്കുക. അനന്ത് വളരെ പേര് കേട്ടതാണ്. അതിൻ്റെ വമ്പിച്ച വാർത്ത പോലുള്ള പരസ്യങ്ങളൊക്കെ കൊടുത്തു. പരസ്യമാണ്, പക്ഷെ മാതൃഭൂമി പോലും അഡ്വർടൈസ്മെൻ്റ് ഒന്നും അല്ല അതിനടിയിൽ കൊടുത്തത്. വാർത്തയായിട്ട് ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പൈസ നല്ലപോലെ കിട്ടും. അതിന് വേണ്ടിയിട്ട് അഡ്വർടൈസ്മെൻ്റ് എന്നുള്ള ആ വാക്ക് മാധ്യമധർമ്മത്തിൻ്റെ ഒരു ദുരുപയോഗമാണ് നടന്നത്. അതിൻ്റെ ഒരു കശാപ്പാണ് നടന്നത്. എന്നാലും വേണ്ടുമില്ല, അങ്ങനെ അദ്ദേഹം പോയി നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയും. അത് കഴിഞ്ഞ് ഡൽഹിയിൽ പ്രധാനമന്ത്രിയെ കാണാനാണ് നിശ്ചയിച്ചിരുന്നത്. അതിനു മുമ്പേ പ്രധാനമന്ത്രിക്ക് അമ്മാനിലേക്ക്, ജോർദാനിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോയി. അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പ്രധാനമന്ത്രിക്ക് കാണാമല്ലോ, അവിടെ പോയി കാണാമല്ലോ. അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഡൽഹിയിൽ വന്നു, ഹൈദരാബാദിൽ വന്നു, മുംബൈയിൽ വന്നു, കൊൽക്കട്ടയിൽ വന്നു. കേരളത്തിൽ മാത്രം വന്നില്ല. കൊണ്ടുവരും ബാക്കി എല്ലാവരും അംബാനിയുടെ വീട്ടിൽ പോയി, സച്ചിൻ ടെണ്ടുൽക്കർ കണ്ടു, രാഹുൽ ഗാന്ധി കണ്ടു, ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഫോട്ടോ എടുത്തു. അവരുടെ ഫോട്ടോഷൂട്ടിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് വോട്ട് കൂടുതൽ കിട്ടും. സന്ദീപ് വാര്യർ പറയുന്നത് രാഹുൽ ഗാന്ധി ആദ്യം കണ്ടതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിണങ്ങി എത്യോപ്യയിലേക്ക് പോയത്, ജോർദാനിലേക്ക് പോയതെന്ന്. സന്ദീപ് വാര്യർക്ക് ഇനിയും മതിയായില്ലേടാ നിനക്ക് എന്നുള്ളതാണ് ചോദ്യം. മുൻകൂർ ജാമ്യത്തിലാണ് നിൽക്കുന്നതെന്നുള്ള വല്ലപ്പോഴും ഒക്കെ ഓർമ്മ വേണം. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയില്ലെങ്കിൽ അത്ഭുതം. കാരണം അമ്മ മരിച്ചപ്പോ കാണാൻ വീട്ടിൽ BJP-ക്കാർ വന്നില്ലെന്നും പറഞ്ഞാണല്ലോ പിണങ്ങി BJP അല്ല പ്രത്യയശാസ്ത്രപരമായ കസേര കിട്ടിയില്ലെന്നും പറഞ്ഞ് പിണങ്ങി. അങ്ങനെയുള്ള രാഹുൽ ഗാന്ധിയെ ഇത്രമാത്രം അധിക്ഷേപിച്ച, ഇത്രമാത്രം സോഷ്യൽ മീഡിയയിൽ കൂടെ നാണം കെടുത്തിയ
ഇത്രമാത്രം അന്തിച്ചർച്ചയിൽ അങ്ങേരെ വെറും പൊട്ടനാക്കിയ ഒരു നേതാവ് പിന്നെ കേരളത്തിൽ ഉണ്ടാവില്ല. അതാണ് സന്ദീപ് വാര്യർ. ആ സന്ദീപ് വാര്യർ ഈ അപ്പനക്കരെ കൊച്ചച്ചനക്കരെ അപ്പാന്ന് വിളിക്കുന്ന ഒരു ഏർപ്പാടാണ് സന്ദീപ് വാര്യർ നടത്തിയത്. അതുവരെ രാഹുൽ ഗാന്ധി വെറും പൊട്ടനും പ്രധാനമന്ത്രി ആയില്ല, വെങ്കായം തൈര് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന കുളത്തിൽ ചാടുന്ന ഒരുത്തനും കോൺഗ്രസിലേക്ക് വന്നപ്പോ കൺകണ്ട ദൈവവും. ഇപ്പൊ അദ്ദേഹം വന്ന് പൊട്ടനായി, സ്വയം കോൺഗ്രസ് വന്നു. അതാണ് സംഭവിച്ചത്. രാഹുൽ ഗാന്ധി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയമൊക്കെ കണ്ടപ്പോ അദ്ദേഹം മതിമറന്നിരിക്കുകയാണ്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് കിടക്കുന്നുണ്ട് വാര്യറെ. ധന്യ ഇതല്ല വലിയ പ്രധാനപ്പെട്ട കാര്യം. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. കേരളീയരെ പറ്റിച്ചെന്നേ. അവിടെ കൽക്കട്ടയിൽ തന്നെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലേക്ക് ഒഴുകി വന്നത് നാഗാലാൻഡ് അതുപോലുള്ള അതിർത്തി നോർത്ത് ഈസ്റ്റേൺ ടെറൈൻസ് വളരെ വരാൻ ദുർഘടമായ ട്രെയിനോ ഒന്നും ഇല്ലാത്ത പ്രദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ആയിരക്കണക്കിന് വന്നത്. കേരളം പ്രതീക്ഷിച്ചു. കേരളം അല്ലെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തതിനെ നേരത്തെ ഈ ആൻറ്റോ അഗസ്റ്റിൻ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിച്ചു. ഈ കള്ളനെ വിശ്വസിച്ചാണ് നമ്മുടെ കുഴപ്പം. അതായത് ചെമ്പ് തകിടുകൾ ശബരിമലയെ പറ്റി ഇത് ഉണ്ടാക്കിയ, കാട്ടിലെ തടി വിറ്റ് കാശുണ്ടാക്കിയ വ്യാജ നിർമ്മിതികളുടെ ഒരു രാജകുമാരനാണ് അദ്ദേഹം. അവിടെ അവരുടെ ചാനലിൽ നടക്കുന്നതും വ്യാജ നിർമ്മിതികളാണ്. വാർത്തകളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം ഇനി സംഭവിക്കാൻ പോകുന്നത്, മെസ്സി എന്താണ് നീ വന്നില്ലല്ലേ ഞാൻ വിളിച്ചിട്ട്, എന്നാൽ നിനക്കിട്ട് പണി തരാമെന്ന് പറഞ്ഞ് മെസ്സിയെക്കുറിച്ച് ഇനിയും അപഖ്യാതികൾ പറഞ്ഞുണ്ടാക്കാനുള്ള അപവാദങ്ങൾ പറഞ്ഞു വരുത്താനുള്ള സാധ്യതയുണ്ട്. അത് ഈസിയാണ്. ഒരു ചാനലും അവിടെ ഒരു ക്യാമറയും സ്റ്റുഡിയോയും ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ മെസ്സി അതാ കയറി പിടിച്ചു, സ്റ്റേജിലെത്തിയ പെണ്ണിനെ കയറി പിടിച്ചു. മെസ്സി പോയതിനു ശേഷമായിരിക്കും പറഞ്ഞത്. പേര് വെളിപ്പെടുത്താൻ പറ്റാത്ത അതിജീവിതയ്ക്ക് വേണ്ടി ഞങ്ങൾ, അവൾക്കൊപ്പം ഞങ്ങൾ. പെണ്ണെവിടെ? പെണ്ണില്ല, പക്ഷെ പെണ്ണിന്റെ സൗണ്ട് നമ്മൾ കേൾപ്പിക്കും. ലഹരി കൂട്ടം ക്രൂരമായി പീഡിപ്പിച്ചു. പെൺകുട്ടിക്ക് തല കറങ്ങുന്നത് പോലെ. പാനിക് അറ്റാക്ക് വന്ന സമയത്ത് പെൺകുട്ടിയെ വെറുതെ വിട്ടില്ല, അത് പീഡിപ്പിച്ചു മെസ്സി. അതുപോലെ സിസേഴ്സ് കട്ട് പോലെ പെൺകുട്ടിയെ ഉപദ്രവിച്ചു. സിസേഴ്സ് കട്ട് ചെയ്യുന്നത് പോലെ. ഇത്രയും നാണം കെട്ട ഒരു ഫുട്ബോൾ താരം, ഇയാൾക്ക് ആ പദവിയിലിരിക്കാൻ യോഗ്യതയില്ല. എങ്ങനെയും ഇയാളുടെ പറ്റുമെങ്കിൽ ആ കാല് വെട്ടിക്കളയണം. ഇയാൾ ഫുട്ബോൾ കളിക്കുന്ന ആ കാല് വെട്ടിക്കളയണം. അതിനിവിടെ PF-കാരുണ്ട്, പഴയ PF-കാരുണ്ട്. എങ്ങനെയും മെസ്സിയെ മെസ്സി ഇത്രയും നാണം കെട്ട പുച്ഛമാണ് തോന്നുന്നു. നാണമില്ലേ മെസ്സി നിങ്ങൾക്ക്? നാണവും ഉളുപ്പും ഉണ്ടെങ്കിൽ നിങ്ങൾ രാജിവെക്കണം. അന്തിച്ചർച്ചയിൽ എല്ലാരും കൂടെ വന്നിരുന്നോണ്ട് ചർച്ച നടത്തും. മെസ്സി ഒളിവിലോ മെസ്സിയെ ഒളിപ്പിച്ചത് ആര്? അതാണ് അംബാനിയുടെ വീട്ടിൽ വന്നല്ലോ മെസ്സി. മെസ്സിയെ ഒളിപ്പിച്ചത് അംബാനിയോ? അംബാനിയുടെ ബ്രേക്കിംഗ് ന്യൂസ്. അംബാനിയുടെ വൻതാരയിൽ മെസ്സി ഒളിവിൽ. കാരണം കടുവയും സിംഹവും ഒക്കെ അങ്ങോട്ട് എല്ലാം പോലീസുകാർ പോലും ധൈര്യപ്പെടത്തില്ല എന്നും പറഞ്ഞൊക്കെ വെച്ചങ്ങോട്ടങ്ങ് കീറും. ഞങ്ങൾ ഫസ്റ്റ് ഓൺ ഞങ്ങളുടെ ചാനലിൽ മാത്രം മെസ്സി കേരളത്തിൽ വന്നില്ല. അങ്ങനെയാണെങ്കിൽ മറ്റിടങ്ങളിൽ വന്ന മെസ്സി സമാധാനത്തിൽ ഉറങ്ങില്ല. മെസ്സിന് സമാധാനത്തിൽ ഇരിക്കില്ല. മെസ്സി അറിഞ്ഞില്ല, മെസ്സിക്ക് ഇതൊന്നും വലിയതില്ല. പക്ഷെ മെസ്സി അറിഞ്ഞില്ലെങ്കിലും കേരളത്തിലെ മെസ്സി ആരാധകരെ മുഴുവൻ ഞങ്ങൾ നാണം കെടുത്തിക്കും. മെസ്സിയെ ഞങ്ങൾ തേജോവധം ചെയ്യും. മെസ്സിയെ വലിച്ചു കീറും ഞങ്ങൾ. മെസ്സിയുടെ കരിയർ, ഫുട്ബോൾ കരിയർ ഞങ്ങൾ അവസാനിപ്പിക്കും. ഇനി മെസ്സി ഉയർത്തെഴുന്നേൽപ്പില്ല. മെസ്സിയെ തീർത്ത് കെട്ടി ഞങ്ങൾ. അരുൺകുമാർ ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ അവതരിപ്പിച്ച് ഹൈ പിച്ചിൽ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര ബാസിൽ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കും. കളികൾ തുടർന്നുകൊണ്ടേ ആംപ്ലിഫയർ അല്ല, അതിനിടയ്ക്കൂടെ കളികൾ തുറന്നുകൊണ്ടിട്ട് ഒളിവിലൊരു കളി നടക്കും. അതായത് ആൻഡ്രോസിന് അവിടെ പോയിട്ട് അവിടുത്തെ തടികൾ, നല്ല ഉരുപ്പടികൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങനെ വെട്ടി മാറ്റിക്കൊണ്ടിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.